സ്മൃതി ഒന്ന് ശ്രീ പി വി ജിജോ സാർ സംസാരിക്കുമ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ സംസാരം എത്രയോ സീനിയറായ മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹം സംസാരിക്കുമ്പോൾ മുഴുവൻ ലീഗിനെ കുറിച്ചാണ് പരാമർശിക്കപ്പെടുന്നത്. ഞാൻ ജിജോ സാർ വളരെ കൃത്യമായി പറയുന്നു, മുസ്ലിം ലീഗിന് ക്ലിയർ കട്ടായ പിക്ചർ ഈ വിഷയത്തിലുണ്ട്. ഞങ്ങളത് എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദേശാഭിമാനി ജമാഅത്തെ ഇസ്ലാമിയെ അനുകൂലിച്ച് ലേഖനം എഴുതുന്ന കാലത്ത് ഞങ്ങൾ 31 തവണ ഞങ്ങളുടെ മുഖപത്രത്തിൽ നിങ്ങളുടെ ആശയം തെറ്റാണെന്ന് പറഞ്ഞവരാണ്. ഞാൻ പൂർത്തീകരിക്കട്ടെ ശ്രീ ജിജോ സാർ, ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. കെ എം ഷാജിയും എം കെ മുനീറും ഒക്കെ അംഗീകരിക്കുന്നത് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്ന നിലപാടാണ്. താങ്കൾ പറഞ്ഞ നിലപാട് ഞാൻ പറഞ്ഞു എന്ന് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. മുസ്ലിം ലീഗ് പാർട്ടിയുടെ നിലപാട് വളരെ കൃത്യമായി പാർട്ടി പ്രസിഡന്റ് പറയാറുണ്ട്. ഞാനൊരു കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഇപ്പോൾ അങ്ങ് സ്മൃതി മാഡം ചോദിക്കുന്ന സമയത്ത് അങ്ങേക്ക് തന്നെ ഉത്തരമില്ലാതെ ദാഹിക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. കാരണം കേരളത്തിന്റെ പുറത്ത് 3 സ്ഥലത്ത് CPM ഞങ്ങൾ പിന്തുണ നൽകിയത് ജമാഅത്തെ ഇസ്ലാമി ചിത്രം സഹിതം പുറത്തുവിടുന്നു. ഞങ്ങൾക്കറിയില്ല അവർക്ക് എത്ര വോട്ട് അവിടെ ഉണ്ട് എന്നുള്ളത്. പക്ഷെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എത്ര വോട്ട് അവിടെ സ്മൃതി നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ജിജോ ചേട്ടാ നിങ്ങൾ ചോദിക്കുമ്പോൾ കേരളത്തിൽ അവർക്ക് എത്ര വോട്ടുണ്ട് നിങ്ങൾ പരിശോധിക്ക്. കേരളത്തിലെ വോട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 3000-ഓ 4000-ഓ വോട്ടുള്ള ഒരു പാർട്ടിയെ കുറിച്ച് നിങ്ങൾ RSSനോട് തുലനം ചെയ്യുന്നു. മോഹനമാഷിന്റെ പ്രസംഗം നിങ്ങൾ വാർത്തയാക്കിയിരുന്നല്ലോ, റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ. എന്താ മോഹനമാഷ് പറഞ്ഞത്? പ്രസംഗത്തിൽ പറയാണ് RSSന് എതിരിടാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമി ഇവിടെ വരുന്നു. ആ ജമാഅത്തെ ഇസ്ലാമി എങ്ങനെ ഇന്ത്യയിൽ അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ അവസ്ഥ എന്താകും? ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പോർഷൻ എത്രയാ ജിജോ ചേട്ടാ? അതിലെത്രയാ ജമാഅത്തെ ഇസ്ലാമി? 0% മാത്രമാണ് ജമാഅത്തെ ഇസ്ലാമി ഉള്ളത്. അങ്ങനത്തെ ഒരു ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന അധികാരത്തിൽ വന്നാൽ എന്ന ഭാവന ഉണ്ടാക്കി ഇവിടെ റിയാലിറ്റിയിലുള്ള ഒരു RSSനെ അല്ലെങ്കിൽ സംഘപരിവാറിനെ തുലനം ചെയ്യുക എന്ന് പറയുന്നത് എത്രമേൽ തകർന്നടിഞ്ഞ ഒരു ഇടതുപക്ഷ ചിന്തയാണ്. ഇനി മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. കേരളത്തിലെ ന്യൂനപക്ഷ സമുദായത്തിനകത്ത് നിന്ന് വരുന്ന തീവ്രവാദ സംഘടനയെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചോ? അതൊരു എക്സസൈസ് കേരളത്തിൽ നടക്കട്ടെ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, കാസ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ സംഘടന, ക്രിസ്ത്യൻ സമൂഹം പോലും തള്ളിക്കളയുന്ന സംഘടന കേരളത്തിൽ കഴിഞ്ഞ 8-10 വർഷമായി നിരന്തരമായി വർഗീയമായ പരാമർശങ്ങൾ നടത്തുന്നു. CPM ഉത്തരവാദിത്തപ്പെട്ട നേതാവിൽ നിന്നൊരു പ്രതികരണം ഉണ്ടായില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, BJPയുടെ മുന്നണി നിൽക്കുന്ന BDJS, ആ BDJS അവരുടെ മുന്നണിയുടെ ഭാഗമാണല്ലോ. ആ BDJSന്റെ രക്ഷിതാക്കൾ എത്രമേൽ മേച്ചമായ രൂപത്തിലാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ വർഗീയത സംസാരിച്ചത്. എന്താ CPM ഇടപെടാതിരുന്നത്? അപ്പോ ആരായാലും ഏത് സംഘടനയിലുള്ളവരായാലും ഞങ്ങൾക്ക് വോട്ട് കിട്ടുമോ അവർ പരിശുദ്ധരാണ്. ഞങ്ങൾക്ക് വോട്ട് കിട്ടാതെ പോയാൽ നിങ്ങൾ അശുദ്ധരാണ്, നിങ്ങൾ വർഗീയവാദികളാണ്, നിങ്ങൾ തല്ലിക്കൊല്ലേണ്ടവരാണ് എന്ന് പറയുന്ന ഈ വരട്ടു തത്വശാസ്ത്രം കേരളത്തിൽ നിന്ന് ഒഴിവാക്കണം. അത് മലയാളിക്ക് ബോധ്യമുണ്ട്. ശ്രീ മുഹമ്മദ് വെള്ളത്തിലേക്ക് വരാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.